പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീം സെമിഫൈനലിലേക്ക് കയറിയത്. ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്തുകൊണ്ട് 205 റൺസാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ പെർഫോമൻസാണ്. 92 റൺസാണ് രോഹിത് ശർമ്മ 41 പന്തുകളിൽ നിന്ന് സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മയ്ക്ക് ഒരു സെഞ്ചുറി ഡിസർവ് ചെയ്തിരുന്ന മത്സരത്തിൽ അവസാന നിമിഷം ഭാഗ്യക്കേട് കൊണ്ടാണ് രോഹിത് ശർമ്മക്ക് സെഞ്ചുറി നഷ്ടമായത്. പിന്നീട് 16 പന്തിൽ 31 റൺസ് നേടിയ സൂര്യകുമാറിൻ്റെ ബാറ്റിങ്ങും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവസാന നിമിഷങ്ങളിൽ രവീന്ദ്ര ജഡേജയും അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ബാറ്റിംഗ് കൊണ്ടാണ് 205 റൺസ് ഇന്ത്യ നേടിയത്. 24 റൺസിലാണ് ഓസ്ട്രേലിയയെ ഇന്ത്യ തോൽപ്പിച്ചത്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോമൻസ് ഈ ടൂർണമെൻറ്റിലുടനീളം നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. അവരുടെ ഒരു പെർഫോമൻസ് എന്നതാണ് ഈ ഒരു കളിയിലും അതേപോലെ തന്നെ തുടർന്നു. കുൽദീപ് യാദവാണ് ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ വിജയത്തിലേക്ക് പോകുമെന്ന് തോന്നിയെടുത്ത് 2 വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് അർഷദീപും ബുംറയും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യ സെമിഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് 24 റൺസിലാണ് ഇന്ത്യ വിജയിച്ചു കയറിയത്.